ക്രിസ്തു ഉത്ഥാനത്തിൻ്റെ ദൂത് പേറുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 28 അധ്യായം 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവിൻ്റെ ശൂന്യമായ കല്ലറയിലേക്ക് ഓടിയെത്തിയ സ്ത്രീകളും കല്ലറ കാവൽക്കാരും രണ്ട് വ്യത്യസ്ത സത്യങ്ങൾ. ഒന്നാമതായി ഉത്ഥാനത്തിൻ്റെ വികാരമാണ്. 4 തലങ്ങളിൽ ഈ ആദ്യ ഭാഗത്തെ നമുക്ക് ധ്യാനിക്കാമെങ്കിൽ, 1, അവർ വേഗം കല്ലറ വിട്ട്. 2, ഭയത്തോടും. 3, വലിയ സന്തോഷത്തോടും കൂടി. 4, ശിഷ്യന്മാരെ വിവരം അറിയിക്കുവാൻ ഓടി. 1, വേഗം കല്ലറ വിട്ട്. ദ്രുതഗതിയിലെ തിരികെ നടത്തയാണ് അഥവാ തിരികെ ഓട്ടമാണ് ഇവിടെ. നാളിന്നേ വരെ കരുതിയിരുന്ന മാനവരാശിയുടെ മരണസത്യത്തിൽ നിന്നും ദൈവത്തിൻ്റെ ജീവസത്യത്തിലേക്ക് അവർ തിരികെ ഓടി. അവർ വേദനയുടെ കല്ലറയിലേക്ക് വന്നു. വേദനയുടെയും മരണത്തിൻ്റെയും ഇടമായ കല്ലറ വിട്ട് അവർ തിരികെ നടന്നു. ജീവിതത്തിൻ്റെ തുടിപ്പോടുകൂടി ഉദ്ധിതനെ തേടി. ഇനി നീ അന്വേഷിക്കേണ്ടത് കല്ലറകളല്ല, കല്ലറയിൽ ഉള്ളവനെയുമല്ല, മറിച്ച് കല്ലറയിൽ നിന്നും ഉയർത്തവനെയാണ്. 2, ഭയത്തോടെ. ദൈവ പ്രവൃത്തിയോടുള്ള അഥവാ ദൈവത്തോടുള്ള ഭയവും ബഹുമാനവും ഒപ്പം മരണത്തിനും ജീവനും ഇടയിലുള്ള ഒരു മനുഷ്യൻ്റെ സത്യവുമായ ഭാവമാണ് ഭയം. ഇവിടെ ഭയമെന്നത് സംഭവിച്ചതിന്മേലുള്ള അമിതമായ ആശങ്കയും ആശ്ചര്യവും ഒപ്പം ദൈവത്തിൻ്റെ അതിമാനുഷികതയിലുള്ള മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബലഹീനതയുടെ തലത്തിൽ നിന്നുമുള്ള നമ്രതയുമാണ്. 3, വലിയ സന്തോഷത്തോടുകൂടെ. ഈ സന്തോഷം ക്രിസ്തുവിനോടുള്ള അടങ്ങാത്ത ആഴമുള്ള സ്നേഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിലുള്ള ആനന്ദം, ക്രിസ്തു വചനത്തിലുള്ള പ്രത്യാശയൊക്കെയാണ് അവരുടെ ഈ വലിയ സന്തോഷത്തിൻ്റെ കാരണമായി നിലകൊള്ളുന്നത്. 4, ശിഷ്യന്മാരെ വിവരമറിയിക്കുവാൻ അവർ ഓടി. സുവിശേഷവൽക്കരണത്തിൻ്റെ ഏറ്റവും വലിയ ദ്രുത ചലനത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ക്രിസ്തു സ്നേഹത്തെ അവരുടെ ഉള്ളിൽ ഉത്ഥാനം ആനന്ദമാക്കി തീർക്കുന്നു. ഓട്ടം ഉദ്ധിതന്റെ സന്തോഷവാർത്ത അറിയിക്കുവാനുള്ള അടങ്ങാത്ത ആനന്ദമാണ്. സുവിശേഷം നൽകുവാനുള്ള ഉത്തരവാദിത്വം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ സമ്പൂർണതയാണ്. അത് ക്രിസ്തുവിൻ്റെ വചനത്തോടുള്ള ഉത്തരവാദിത്വവും തങ്ങളിലുള്ള ദൈവ വിശ്വാസത്തിൻ്റെ പ്രോജ്വലനവുമാണ്. 2-ാം തലം ഉത്ഥാനത്തിലെ കൈക്കൂലിയാണ്. ഇവിടെ ചില ചിന്തകൾ ഇപ്രകാരമാണ്. 1, ക്രിസ്തുവിൻ്റെ കല്ലറ കാവൽക്കാർ മാത്രമാണോ നമ്മൾ? കല്ലറ കാവൽക്കാർക്ക് ക്രിസ്തുവുമായി ഒരു ബന്ധവുമില്ലായിരുന്നു. അവർക്ക് പ്രമാണികളുമായായിരുന്നു കരാർ ബന്ധം. ക്രിസ്തുവുമായി സ്നേഹബന്ധമോ വിശ്വാസമോ അവർക്ക് ഉണ്ടായിരുന്നില്ല. അവരുടെ കരാർ കഴിയുമ്പോൾ വീണ്ടും കരാർ പുതുക്കുന്നത് പോലെ അവർക്ക് കരാർ തുക നൽകുമ്പോൾ പുതിയ കരാറിൽ അവർ പ്രവേശിക്കുന്നു. അതാണ് നാം സുവിശേഷത്തിൽ കാണുന്നത്. 2, അവർ പോയപ്പോൾ എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് കർത്താവും സ്ത്രീകളും സ്ലീഹന്മാരും പോയി കഴിഞ്ഞപ്പോൾ എന്നു തന്നെയാകാം. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ കാവൽക്കാരും പോയി. അവരിൽ ചിലർ സംഭവിച്ചതെല്ലാം പുരോഹിത പ്രമുഖന്മാരെ അറിയിച്ചു. ഈ ചിലരാണ് അവരുടെ കയ്യിൽ നിന്നും പണം കൈപ്പറ്റിക്കൊണ്ട് തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചത്. അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ എടുത്തുകൊണ്ടുപോയി എന്ന് പറയണമെന്ന വാർത്ത. ഇന്നത്തെ കാലത്തും നാമൊക്കെ കല്ലറകൾ കാക്കുന്നവരാണെങ്കിൽ ക്രിസ്തുവിനെയും ക്രിസ്തു സാക്ഷികളെയും ഒക്കെ കാണാതെ പോകുമ്പോൾ നാമും അറിയാതെ അബദ്ധ സിദ്ധാന്തങ്ങളിലും അബദ്ധ ചിന്താഗതികളിലും വീണ് കർത്താവിനെയും തിരുസഭയുമൊക്കെ ഉപേക്ഷിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട്. മറ്റൊരു ചിന്ത, ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ നാം അന്വേഷിക്കുന്നതാണ് കല്ലറ വിട്ടുപോകുവാനുള്ള കാരണം. കല്ലറ മരണത്തിൻ്റെ പ്രതീകമാണ്. നാം കല്ലറ കാവൽക്കാർ ആകാതെ ക്രിസ്തുവിൻ്റെ കാവൽക്കാരാകുവാൻ ശ്രമിക്കുന്നിടത്താണ്
ഉത്ഥാന സദ്വാർത്ത വാഹകരാകുന്നത്. പ്രിയരെ, നമുക്ക് ക്രിസ്തു വാഹകരാകാം, ക്രിസ്തു ഉത്ഥാനത്തിൻ്റെ സുവിശേഷകരാകാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഉദയസൂര്യനെ കണ്ടു ഞാൻ, പുതിയ ജീവനായി വന്നു ഞാൻ, ഇനിയ മാരിയായി പെയ്തു ഞാൻ, എന്തൊരാനന്ദമെന്നുമെന്നെന്നുമേ. ഉദയസൂര്യനെ കണ്ടു ഞാൻ, പുതിയ ജീവനായി വന്നു ഞാൻ, ഇനിയ മാരിയായി പെയ്തു ഞാൻ, എന്തൊരാനന്ദമെന്നുമെന്നെന്നുമേ. വീഴുമ്പോൾ താങ്ങായെത്തിയിടും ഇന്നാസ്വരം, പൊന്നോളം തെന്നിടും മിണ്ടാമനം, വിണ്ണോരം മിന്നി